ഡോക്ടറെ നമുക്കറിയാലോ ഈ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും എല്ലാ അമ്മമാരും അവരുടെ കുട്ടികളുടെയിലേക്കായിരിക്കും ശ്രദ്ധ പോകുന്നത്. അവരുടെ തന്നെ ബോഡിക്കുള്ള രക്ഷ അവർ ശ്രദ്ധിക്കാറില്ല. സോ ഈ ഒരു സമയത്ത് പോസ്റ്റ്നേറ്റൽ കെയറിൽ നമ്മുടെ മസാജസും ട്രീറ്റ്മെന്റും ഒക്കെ എത്രത്തോളം അവർക്ക് യൂസ്ഫുൾ ആയിട്ട് വരും? ലൈക്ക് ആഫ്റ്റർ ഡെലിവറി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പലരും നമ്മുടെ ക്ലിനിക്സിൽ നമുക്കറിയാം ചിലപ്പോൾ ഒരു 6 months ഒക്കെ ആകുമ്പോഴേക്കും വരുന്നത്. അപ്പോഴായിരിക്കും അവർ ഇതൊരു കൺസേൺ ആയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ആഫ്റ്റർ ഡെലിവറി തന്നെ ബേബിക്ക് എങ്ങനെയാണോ നമ്മളൊരു കെയർ കൊടുക്കുന്ന അത്രത്തോളം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഒരു അമ്മയ്ക്ക് ഡെലിവറി കഴിയുമ്പോൾ. കാരണം ഇപ്പോൾ ഒരു നോർമൽ ഡെലിവറി ആവട്ടെ സി സെക്ഷൻ ആവട്ടെ, ഇത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പലതരത്തിലുള്ള ബാക്ക് പെയിൻ വരും. അതേപോലെ കൂടുതൽ നേരം കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ട് കുനിഞ്ഞിരിക്കുക. അപ്പം അങ്ങനെ കൊണ്ട് ബാക്ക് പെയിനും അതേപോലെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഡിപ്പെൻഡൻറ്റ് പോർഷനിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ പെയിൻ കുറയ്ക്കാനും അവരുടെ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യാനുമാണ് ഈ പോസ്റ്റ് ഡെലിവറി മസാജസ് അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി ആയിട്ടുള്ള ആയുർവേദ കെയറിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ഇത് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ബാക്ക് ടു വർക്കിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ അവർ നോർമൽ ലൈഫിലേക്ക് കയറുമ്പോൾ കുറച്ച് അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ബെറ്റർ ഒരു പോസ്റ്റ്മോർട്ടം കെയർ റൈറ്റ് ആഫ്റ്റർ ഡെലിവറി എടുക്കുന്ന എപ്പോഴും അഡ്വൈസബിൾ ആണ്. അതെ അതെ, കറക്റ്റ്. നമ്മള് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാതെ വരുമ്പോൾ തന്നെ പലരും നമുക്ക് ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ടല്ലോ ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെ പറയാറുണ്ടല്ലോ. ഇത് നമുക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം കെയർ തന്നെയാണ് എപ്പോഴും റെക്കമെൻഡബിളും. പിന്നെ ബേസ്ഡ് ഓൺ കേസ് ടു കേസ് നമുക്ക് ലൈക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം കെയർ കുറച്ച് ഡിലേ ആക്കേണ്ടി വരും.